നിസ്കാരം തുടങ്ങി ബിദ്അത്തിന്റെ സംഘടനകളിലേക്ക് ചേക്കേറിപ്പോകുന്ന യുവാക്കൾ ആദ്യമായി അവർക്ക് വരുന്ന ദുരന്തം എന്താണെന്നറിയുമോ? ഞങ്ങളുടെ നിസ്കാരമാണ് തൗഹീദിന്റെ നിസ്കാരം, ആ പള്ളിക്കാര് ശിർക്കിന്റെ നിസ്കാരക്കാരാണ് തോന്നാറില്ലേ അവർക്ക്? ഞങ്ങളുടേത് മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ളവരുടെ ഇബാദത്തിനെ പുച്ഛമായി കാണുകയും ആ പള്ളികളിൽ പോയാൽ നിസ്കാരം പോലും സ്വഹീഹല്ല എന്ന് പോലും പറയാൻ ധൈര്യപ്പെട്ട ആളുകൾ നമ്മുടെ മലയാള കേരളത്തിലില്ലയോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അഹങ്കാരം ഒരു അല്പം ഒരു കടകുമണിയോളം കിബിർ ഹൃദയത്തിലുണ്ടെങ്കിൽ നാളെ സ്വർഗം ഹറാമാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്റെ കൂടെയുള്ള മുഅ്മിനീങ്ങൾ അത് ബിദ്അത്തുകാരാണെങ്കിലും അല്ലെങ്കിലും അഹ്ലുൽ ഖിബില, ഒരു ഖിബിലയിലേക്ക് നിസ്കരിക്കുന്നവർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ അവരിൽ തെറ്റുകാരാണെങ്കിൽ പോലും അവരിൽ ശിർക്ക് ആരോപിക്കാൻ പാടില്ല എന്നാണ് ശർഇന്റെ നിയമം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകളെ കുറിച്ച് ശിർക്ക് ആരോപണം നടത്തുകയാണ് ആദ്യം സംഭവിക്കുന്ന ദുരന്തം. അവരുടേത് മാത്രമാണ് ശരിയെന്ന് ധരിക്കലാണ്. ഞങ്ങളാണ് മെച്ചപ്പെട്ടവർ, ബാക്കിയുള്ളവരൊക്കെ തെറ്റായ വഴികളിലാണ് പോകുന്നത് എന്നാണ് ആദ്യം മനസ്സിൽ തോന്നുന്ന ദുരന്തം. നഷ്ടപ്പെട്ടോ? ഈമാനിന്റെ അടിസ്ഥാനപരമായ തകർച്ച സംഭവിച്ചുവോ? ഈ അടിസ്ഥാനപരമായ തകർച്ച സംഭവിച്ചാൽ പിന്നെ ചെയ്യുന്ന ഇബാദത്തിന് എന്ത് വെളിച്ചം കിട്ടാനാ? അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? നമ്മളൊന്ന് നന്നായി എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവര് മോശക്കാരാണെന്ന് വിചാരിക്കാൻ പാടുണ്ടോ? അതല്ലേ ശീലിപ്പിക്കുന്നത്? മൈക്ക് കെട്ടിയിട്ട് സ്റ്റേജുകളിൽ മുഴുവനും മൗലിദ് കഴിക്കുന്ന ആളുകൾ ബിദ്അഇകളാണെന്ന് പറയുകയും ഏതെങ്കിലും ഒരു മഹാന്റെ ഖബറടത്തിൽ ചെന്ന് ദുആ ചെയ്താൽ റബ്ബിനോട് ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളോട് അവർ ഖബർ പൂജ നടത്തുകയാണെന്ന് പറയാറില്ലേ? ഖുബൂരികളാണെന്ന് പറയാറില്ലേ? ഈ ആരോപണങ്ങൾ എത്ര ദുരന്തമാണ്, എത്ര ഗൗരവമുള്ളതാണ്!